സർക്കാർ ആശുപത്രികളിൽ കൊടിയും ബാനറും കെട്ടി സൗജന്യ ഭക്ഷണം കൊടുക്കാൻ അനുവദിക്കില്ല. ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ പാർട്ടികളുടെ കൊടികളും ബാനറുകളും വെച്ചു കൊടുത്ത സൗജന്യ ഭക്ഷണം കഴിച്ച് ഒത്തിരി രോഗികളുടെ ആരോഗ്യനില വഷളായി. കേരളത്തിന്റെ ആരോഗ്യരംഗം മൊത്തം താറുമാറായി. സ്ഥിരമായി സൗജന്യ ഭക്ഷണം കഴിക്കുന്ന രോഗിക്കും രോഗിയുടെ കൂട്ടിരിപ്പുകാർക്കും ആ സൗജന്യ ഭക്ഷണം വയറ്റി പിടിക്കുന്നില്ല. അവർക്ക് ഇനി മുതൽ പാർട്ടിക്കാർ കൊടുക്കുന്ന സൗജന്യ ഭക്ഷണം വേണ്ട എന്നവർ പറഞ്ഞു. ഇതൊക്കെ കൊണ്ടാണോ ആരോഗ്യവകുപ്പ് മന്ത്രി ഇങ്ങനൊരു പ്രസ്താവന ഇറക്കിയത്? അദ്ദേഹത്തിന് നല്ലൊരു കൈയ്യടി കൊടുക്കാം. കൈയടിക്കും കൂടെ നിൽക്കുന്ന കുറെ അണികൾ. അരിയാഹാരം കഴിക്കുന്ന പൊതുജനം ഇതിന് കൈയടിക്കില്ല. കെ മുരളീധരൻ സാറേ, ഏത് പാർട്ടിക്കാരാണ് എന്തെങ്കിലും ഒരു നന്മ ചെയ്യുമ്പോൾ അവരുടെ ബാനറും കൊടിയൊന്നും കാണിക്കാത്തത്? നിങ്ങൾ കാണിച്ചിട്ടില്ലേ? പ്രിയദർശിനി സൗജന്യ ബസ് യാത്ര പൊതുഖജനാവിൽ നിന്ന് എടുത്ത കാശ് കൊണ്ടാണ് ചെയ്യുന്നത്. അതിന്റെ ഉദ്ഘാടനം തന്നെ നമുക്കൊന്ന് കാണാം. താണ്ട ഒരു ബസ്, നിങ്ങളുടെ കൊടി, ആ റിബൺ കെട്ടിയേക്കണതിന് നിങ്ങളുടെ കൊടികളുടെ കളറാണ്. ആഹാ, ഡ്രൈവർ വണ്ടി ഓടിക്കുന്നവരെ കോൺഗ്രസ്സുകാരെ ഷാളിട്ടുണ്ടാകും. കണ്ടക്ടർ ടിക്കറ്റ് കൊടുക്കുന്നതും കോൺഗ്രസ്സുകാരെ ഷാളിട്ടുണ്ടാകും. ബസിന്റെ ഫ്രണ്ടിലും ബാക്കിലും ബാനർ ഉണ്ട്. സൗജന്യ ലഡു വിതരണം നടത്തുന്നവന്റെ കയ്യിലും കൊടിയുണ്ട്. ആ സ്ത്രീയുടെ കയ്യിലും കൊടിയുണ്ട്. ഈ ബസ്സിൽ കെട്ടിയിരിക്കുന്ന ബലൂൺ വരെ നിങ്ങളുടെ കൊടിയുടെ കളറാണ്. അപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ കൊടികളും ബാനറുകളും ആകാം, മറ്റുള്ള പാർട്ടിക്കാരുടെ കാര്യങ്ങൾക്ക് കൊടികളും ബാനറുകളും പാടില്ല. ഇത് എവിടത്തെ നിയമം? ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ സംഭവം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ കൊടുക്കാത്ത കാര്യം മറ്റുള്ളവർ കൊടുത്ത് ക്രെഡിറ്റ് മേടിക്കുന്നതിനുള്ള അസൂയ, കുശുമ്പ്. ഈ പ്രവർത്തനത്തിലൂടെ ഇനി അവർ കുറച്ച് വോട്ട് കൂടുതൽ മേടിച്ചാലോ? അങ്ങനെയും ഉള്ള ഒരു പേടി. എന്നാ കെ മുരളീധരൻ സാറേ, പേടിക്കണ്ട. കാരണം ഇപ്പോൾ നിലവിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ രോഗികൾക്കും രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കും സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്ന 2 സംഘടനകളാണ് DYFI പ്രവർത്തകർ, സേവാഭാരതി പ്രവർത്തകർ. ഇവർ 2 കൂട്ടരുമാണ് ഇപ്പോൾ ഈ നന്മ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ എത്ര സീറ്റ് കിട്ടി? 99 സീറ്റ് ഉണ്ടായിരുന്ന LDFന് ഇപ്രാവശ്യം കിട്ടിയത് വെറും 35 സീറ്റ്. BJPക്ക് വെറും 3 സീറ്റ്. ഒരു സൗജന്യ ഭക്ഷണം കൊടുക്കാത്ത സാറിന്റെ പാർട്ടിക്ക് 102 സീറ്റ്. അപ്പോൾ പിന്നെ എന്തിനാണ് പേടിക്കണത്? ഇതൊന്നും ഇലക്ഷനെയോ വോട്ടിനെയോ ഒന്നും ബാധിക്കുന്നില്ല. അതുകൊണ്ട് പേടിക്കണ്ട, അവർ കൊടുത്തോട്ടെ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? വോട്ടുകൾക്ക് വേണ്ടിയാണ്, സീറ്റുകൾക്ക് വേണ്ടിയാണ് ഈ 2 പാർട്ടിക്കാരും ഈ സേവനം നടത്തുന്നതെങ്കിൽ ഇവർ ഇപ്പൊ നിർത്തിയാനേ. കാരണം അവർക്ക് ഉള്ള സീറ്റ് കുറയുകയാണ് ചെയ്തത്. അവർ നിർത്തിയിട്ടില്ലല്ലോ, അവർ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? അവർ ഈ സൗജന്യ ഭക്ഷണം വിതരണം ചെയ്യുന്നത് 10 വോട്ട് കിട്ടാനോ സീറ്റ് കിട്ടാനോ അല്ല. അവരൊരു പുണ്യപ്രവൃത്തിയായിട്ട് മുന്നോട്ട് പോകുന്നു. അതിൽ നിങ്ങൾക്കൊന്നും ഒരു വിഷയം ഉണ്ടാകാൻ പോണില്ല. കുറെ വോട്ടും മേടിച്ച് സീറ്റും മേടിച്ച് നിങ്ങൾ താഴെ ഇടാനും പോകുന്നില്ല. എന്തിനു മേടിക്കുന്നു? അപ്പൊ പറയും ഞങ്ങൾ നിർത്താൻ പറഞ്ഞില്ലല്ലോ, കൊടിയും ബാനറുകളും ഉപേക്ഷിക്കാനല്ലേ പറഞ്ഞുള്ളൂ. കമ്മ്യൂണിറ്റി കിച്ചൺ ഞങ്ങൾ ഓക്കെ ആണല്ലോ. കെ മുരളീധരൻ സാറ് ഒന്ന് മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള ഒരു പരിപാടി ഒറ്റയ്ക്ക് നടത്തിയാൽ മുന്നോട്ട് പോകത്തില്ല. ഒരു പാർട്ടിയുടെ പിൻബലം ഉണ്ടെങ്കിലാണ് ഇതൊക്കെ മുന്നോട്ട് പോകത്തുള്ളൂ. കാരണം ഈ സൗജന്യ ഭക്ഷണപ്പൊതികൾ വാങ്ങിക്കാനും അത് വിതരണം ചെയ്യാനും ഒക്കെ നമുക്കൊരു ഊർജ്ജം വേണമെങ്കിൽ ഒരു പാർട്ടിയുടെ പിന്തുണ വേണം. സാമൂഹ്യ സേവനം ഉണ്ടെങ്കിലും ഒരു പാർട്ടിയോടുള്ള ഒരു സ്നേഹം കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം മുരളീധരൻ സാറ് മനസ്സിലാക്കണം. DYFI ആണെങ്കിലും സേവാഭാരതി ആണെങ്കിലും അതിൽ പ്രവർത്തിക്കുന്ന പാർട്ടി മെമ്പർമാരുടെ ഊർജ്ജസ്വലതയാണ് ഇപ്പോഴും ഈ പുണ്യപ്രവൃത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഒരു പാർട്ടിയുടെ പിൻബലം ഉണ്ടെങ്കിലാണ് ഇത് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. അല്ല, ഇത് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ നിങ്ങൾ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രസ്താവന ഇറക്കുന്നത്. ഇനി അവർ കൊടുത്ത് ആ ക്രെഡിറ്റ് അവർ വാങ്ങിക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടും ഒരു അസൂയയും ഒരു കുശുമ്പൊക്കെ ആണെങ്കിൽ എന്തിന്? നിങ്ങൾക്കുണ്ടല്ലോ യുവജനങ്ങൾ, KSU ഉണ്ട്, യൂത്ത് കോൺഗ്രസ് ഉണ്ട്. അവരോടും പറയൂ ഈ പുണ്യപ്രവൃത്തി നിങ്ങളും ചെയ്യാൻ. ഞാനൊരു ഐഡിയ പറയാം. കേരളത്തിലെ പ്രധാനപ്പെട്ട 3 പാർട്ടിയാണല്ലോ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും BJPയും. ഇവര് 3 പേരും കൂടി ഒറ്റക്കെട്ടായിട്ട് പുണ്യപ്രവൃത്തി ചെയ്യട്ടെ. മാസത്തിൽ 30 ദിവസമാണല്ലോ. നിങ്ങൾ 3 പേരും കൂടി 10 ദിവസം വെച്ച് സൗജന്യ ഭക്ഷണം കൊടുക്കൂ. ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ 3 പേരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കൂ. നല്ല കാര്യങ്ങളല്ലേ. കെ മുരളീധരൻ സാറേ, സത്യത്തിൽ നന്മകൾ ചെയ്യുമ്പോഴല്ലേ കൊടികളും ബാനറുകളും കാണിക്കേണ്ടത്? അതല്ലേ സമൂഹത്തിന് നല്ലൊരു സന്ദേശം? അല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും സമരം ചെയ്യുമ്പോൾ അടിപിടിയൊക്കെ നടത്തുന്ന സമയത്ത് മാത്രമാണോ ഈ പാർട്ടിക്കാരുടെ കൊടിയും ബാനറുകളും കാണിക്കേണ്ടത്? അതുകൊണ്ട് സാർ ഈ പറഞ്ഞ പ്രസ്താവനയോട് വ്യക്തിപരമായിട്ട് എനിക്ക് യോജിപ്പില്ല. കാരണം ഈ ഒരു നന്മ പ്രവൃത്തി അതങ്ങ് നടന്നു പോയിക്കോട്ടെ. ഇനി അത് തടഞ്ഞ് പ്രശ്നങ്ങളുണ്ടായി അടിയായി ഇടിയായി ബഹളമായി കേരളത്തിന്റെ ഒരു മനസമാധാനം കെടുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ആരോഗ്യ മേഖലയിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്? വർഷം തോറും പനി പിടിച്ച് എത്രയോ ആളുകളാണ് മരിക്കുന്നത്. പനികളൊക്കെ വരാതിരിക്കാൻ വേണ്ടി അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ നോക്കൂ. മെഡിക്കൽ കോളേജിൽ കൃത്യമായിട്ട് മരുന്നും കാര്യങ്ങളും എത്തുന്നുണ്ടോ എന്ന് നോക്കൂ. ഒരു രോഗി പോലും കൈപ്പിഴവ് മൂലം
മരിക്കാതിരിക്കാൻ നോക്കൂ. അങ്ങനെ ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, അതൊക്കെ ശ്രദ്ധിച്ച് കേരളത്തിന്റെ ആരോഗ്യനില സുരക്ഷിതമാക്കി നല്ലൊരു ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നുള്ള പേരുണ്ടാക്കാൻ നോക്കൂ. അല്ലാതെ ഈ പാവപ്പെട്ട രോഗികളുടെ സൗജന്യ ഭക്ഷണത്തിൽ മണ്ണുവാരി ഇടല്ലേ എൻ്റെ പൊന്നു ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരൻ സാറേ.